വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് മോഹൻലാൽ. പകരം വെക്കാനാകാത്ത നിരവധി കഥാപാത്രങ്ങളെ അവിസ്മരണീയമാക്കിയ താരത്തിന് ആരാധകർ ഏറെയാണ് എന്ന് എടുത്തു പറയേണ്ട ആവശ്യമില്ല. കൊച്ചു കുട്ടികൾ മുതൽ പ്രായഭേദ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏട്ടനാണ് മോഹൻലാൽ. വലിയൊരു ആരാധക വൃന്ദം തന്നെ മോഹൻലാലിനുണ്ട്. അദ്ദേഹത്തിൻ്റെതായി പുറത്തെത്താറുള്ള വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. മോഹൻലാലിന്റെ അഭിനയ മികവിനെ പ്രശംസിക്കാത്ത സഹപ്രവർത്തകർ ചുരുക്കമാണ്. നിമിഷ നേരം കൊണ്ട് കഥാപാത്രമായി മാറാനുള്ള നടന്റെ കഴിവിനെ നിരവധി പേർ പ്രശംസിച്ചിട്ടുണ്ട്. മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത മോഹൻലാലിന്റെ ചിത്രങ്ങളിൽ ഒന്നാണ് വന്ദനം. ഇന്നും പ്രേക്ഷകർ മറക്കാത്ത പ്രണയ ജോഡിയായിരുന്നു ഉണ്ണികൃഷ്ണനും ഗാഥയും. ഉണ്ണികൃഷ്ണനായ മോഹൻലാലും ഗാഥയായ ഗിരിജയും ഒരുമിച്ച് അഭിനയിച്ച വന്ദനത്തിലെ ഓരോ സീനുകളും ഇന്നും പ്രേക്ഷകരുടെ മനസ്സിലുണ്ട്. മൊബൈൽ ഫോൺ ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരുമിക്കാൻ സാധിക്കാതെ പോയ ഇരുവരും അന്നത്തെ കാലത്ത് തന്നെ ആളുകളുടെ മനസ്സിൽ ഒരു നൊമ്പരമായി മാറിയിരുന്നു. എത്രയോ പേർ ഇങ്ങനെ പ്രണയവിരഹം പേറി ജീവിതം തള്ളി നീക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള ആളുകളുടെ പ്രതിനിധികളായിരുന്നു ഗാഥയും ഉണ്ണിയും. അതുവരെ കണ്ടിട്ടില്ലാത്ത മലയാള സിനിമയുടെ ഒരു നായിക മുഖമായിരുന്നു ഗാഥയുടെ. ആ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വന്ന ഗിരിജയെ പിന്നീട് ഒരു ചിത്രത്തിലും ആരും കണ്ടില്ല. എവിടേക്ക് പോയി ഗിരിജ? ഒരിക്കൽ ഒരു സ്റ്റേജ് ഷോ അവതരിപ്പിക്കാൻ വേണ്ടി അമേരിക്കയിലെത്തിയ പ്രിയദർശനും ശ്രീനിവാസനും ഗിരിജയെ കാണാൻ വേണ്ടി അവരുടെ വീട്ടിലെത്തി. അപ്പോൾ അവർ അവിടെ ഉണ്ടായിരുന്നില്ല. ഇതറിഞ്ഞതിന് ശേഷം അവരെ പിന്നീട് കാണാം എന്ന് കരുതി ഇരുവരും വീട്ടിൽ നിന്നും തിരികെ ഇറങ്ങി. അങ്ങോട്ടുള്ള യാത്രയിലാണ് റോഡിലെ ബ്ലോക്കിൽ നിർത്തിയിട്ടിരിക്കുന്ന കാറുകൾ കഴുകി കൊടുക്കുന്ന ഗിരിജയെ എല്ലാവരും കണ്ടത്. ഒരു നിമിഷം പ്രിയദർശനും ശ്രീനിവാസനും അത്ഭുതപ്പെട്ടു പോയിരുന്നു. കാർ കഴുകി വരുമാനം ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ടൊന്നുമുള്ള ഒരു സ്ത്രീ അല്ല ഗിരിജ എന്ന് പ്രിയദർശൻ അറിയാമായിരുന്നു. നല്ല സാമ്പത്തികമുള്ള അവസ്ഥയിൽ നിന്നും വരുന്ന ഒരു വ്യക്തിയാണ് അവർ. പിന്നെ എന്തിനാണ് അവർ ഈ ജോലി ചെയ്യുന്നത്? ശ്രീനിവാസനും പ്രിയദർശനും അവരോട് ചോദിച്ചു. ആ സമയത്ത് അവർ പറഞ്ഞത് വിചിത്രമായ ഒരു മറുപടിയായിരുന്നു. വെറുതെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ടെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഈ ജോലിയുടെ മാന്യതയും താൻ ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കാൻ താല്പര്യപ്പെടുകയാണ്. അതിനുവേണ്ടിയാണ് താൻ ഈ ജോലി തിരഞ്ഞെടുത്തതെന്ന് ആ നിമിഷം ആ പെൺകുട്ടിയുടെ തങ്ങൾക്ക് വല്ലാതെ മതിപ്പ് തോന്നി എന്നാണ് ഇരുവരും പറഞ്ഞത്. ഈ വാക്കുകൾ ഇപ്പോൾ വീണ്ടും വൈറലായി മാറിയിരിക്കുകയാണ്. അതേസമയം മോഹൻലാൽ തന്റെ സിനിമാ തിരക്കുകൾ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ പുറത്തെത്തിയ നേര് റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുകയാണ് ചിത്രം. ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ വിജയമായ മോഹൻലാൽ സിനിമ എന്നതുകൊണ്ട് തന്നെ നേര് മോഹൻലാലിന്റെ തിരിച്ചുവരവ് എന്ന രീതിയിലാണ് ആളുകൾ പരിഗണിക്കുന്നത്. പക്ഷെ നല്ല തിരക്കഥയും സംവിധാനവും വന്നാൽ മോഹൻലാലിനോളം മൂർച്ചയുള്ള മറ്റൊരു ആയുധവും മലയാള സിനിമയിൽ ഇല്ലെന്നാണ് സിനിമാ പ്രേമികൾ പറയുന്നത്. നേരെപോലെ തന്നെ പ്രേക്ഷകർക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് മലൈക്കോട്ടെ വാലിബൻ. മോഹൻലാൽ, ലിജോ ജോസ്, പെല്ലിശ്ശേരി കൂട്ടുകെട്ടിലെ ആദ്യ സിനിമ എന്നതുകൊണ്ട് തന്നെ പ്രഖ്യാപനം മുതൽ മലൈക്കോട്ടെ വാലിബൻ വലിയ ഹൈപ്പ് കിട്ടിയ സിനിമയാണ്. മണിക്കൂറുകൾക്ക് മുൻപ് സിനിമയുടെ ടീസർ പുറത്തു വന്നിരുന്നു. ജനുവരി 25-നാണ് മലൈക്കോട്ടെ വാലിബൻ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുന്നത്. ഷിബു ബേബി ജോൺ, അച്ചു ബേബി ജോൺ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ജോൺ ആൻഡ് മേരി ക്രിയേറ്റീവ്സ്, കൊച്ചുമന്റെ ഉടമസ്ഥതയിലുള്ള സെഞ്ചുറി ഫിലിംസ്, അനൂപിന്റെ മാക്സ് ലാബ്, വിക്രം മെഹ്റ, സിദ്ധാർത്ഥ് ആനന്ദ് കുമാർ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള സരിഗമ ഇന്ത്യ ലിമിറ്റഡ് എന്നിവരാണ് ചിത്രത്തിന്റെ നിർമ്മാതാക്കൾ. 130 ദിവസങ്ങളിലായി രാജസ്ഥാൻ, ചെന്നൈ, പോണ്ടിച്ചേരി എന്നീ സ്ഥലങ്ങളിലാണ് മലൈക്കോട്ടെ വാലിബന്റെ ചിത്രീകരണം നടന്നത്.